ബിഗ് ബോസിനകത്ത് ഒരാളുടെ കുറ്റം പറയുന്നതൊന്നും വലിയ തെറ്റായിട്ടൊന്നും ഇന്നിപ്പോൾ ആരും കാണാറില്ല. പരദൂഷണം പറച്ചിലൊക്കെ ഒരു കാലത്ത് നമ്മൾ വളരെയധികം വിമർശിച്ചതാണെങ്കിലും ഇപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ ഗെയിമിനകത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റൂ എന്ന് വരുമ്പോൾ അതും അതിൻ്റെ പാർട്ടായിട്ട് മാറുന്നുണ്ട്. പക്ഷേ പരദൂഷണം പറയാൻ വേണ്ടി മാത്രം ഒരു റൂമും അതിൽ കുറച്ച് ആൾക്കാരും അൻസിബയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അർജുനും അതുപോലെ തന്നെ നമ്മുടെ മുടിയനുമൊക്കെ നല്ല കണ്ടസ്റ്റൻസ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരും ആ പരദൂഷണ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് മാറുന്ന കാഴ്ച വളരെ ഖേദകരമെന്നല്ലാതെ പറയാനൊന്നുമില്ല. കാരണം അൻസിബ ഒരു ഗെയിമറാണ് അവിടെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അൻസിബ വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. വളരെയധികം കുശാഗ്ര ബുദ്ധിയോടെയാണ് ഗെയിം കളിക്കുന്നത്. ആ ഗെയിമിൻ്റെ ഭാഗമായി മാറുന്ന വെറും ടൂളുകളായിട്ട് മാറുകയാണ് അർജുനും ഈ പറയുന്ന മുടിയനുമൊക്കെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവിനെ, ചിന്താശേഷിയെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പണയം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അവരെന്താണോ നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത് അത് മാത്രമാകും ശരി. സ്വതന്ത്രമായി പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ അർജുൻ്റെ കാര്യത്തിലും മുടിയൻ്റെ കാര്യത്തിലും ഒക്കെ എനിക്ക് അതാണ് കാണാൻ പറ്റുന്നത്. ഒരുത്തൻ ഇടികൊണ്ട് അവശനായിട്ട് സർജറി ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. ശരി, സർജറിയുടെ കാര്യം ചിലപ്പോൾ അവർ അറിഞ്ഞു കാണില്ല. പക്ഷേ സർജറി ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് ആ മനുഷ്യനെ കുറിച്ചിരുന്നവർ പറയുകയാണ് അയാൾ വെറുതെ പറഞ്ഞതാണ്, അയാൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അയാൾ പറഞ്ഞാലും ഈ റോക്കിയെ പുറത്ത് വിടുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. അതൊരു കാര്യം. രണ്ടാമത് അയാൾ പ്രൊവോക്ക് ചെയ്തിട്ടാണ് അത്ര ഇടിച്ചത്. എത്ര ഇനി പ്രൊവോക്ക് ചെയ്താലും ബിഗ് ബോസ് വീടിനകത്ത് ഇടിക്കാൻ പാടുണ്ടോ? അപ്പോൾ ഇടിച്ചത് തെറ്റാണെന്ന് പറയുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുകയാണ്. അതായത് പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് ഇടിച്ചത് എന്ന്. അവിടെ പ്രൊവോക്കാണ് ചെയ്യുക ഗെയിമിൽ. പിന്നെ ഇവരൊക്കെ എന്താണ് ആ ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? പ്രൊവോക്ക് ചെയ്യും. ഇനി താടിയിൽ പിടിച്ചതാണെങ്കിൽ തിരിച്ച് റോക്കിയും സിജോയുടെ താടി പിടിച്ചു. അത് സിജോ റോക്കിയുടെ താടി പിടിച്ചത് പോലെയല്ല, നമ്മൾ കണ്ടു. ഒരു 1.5 പിടി തന്നെ പിടിച്ചായിരുന്നു. അതിൻ്റെ പേരിലല്ല, ദേഹത്ത് തൊട്ടാൽ ഇടിക്കുമെന്നാണ് പറഞ്ഞത്. ഒരാളുടെ ദേഹത്ത് വെറുതെ തൊട്ടാൽ ഇടിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ആ കഴിഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ എടുക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക്, റോക്കി പോലും തെറ്റെന്ന് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യം, ബിഗ് ബോസ് അത് തെറ്റായതുകൊണ്ടാണ് റോക്കിയെ പുറത്താക്കിയത്. സിജോയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് കുറഞ്ഞപക്ഷം വാണിംഗ് എങ്കിലും കൊടുത്തനെ, അല്ലെങ്കിൽ സിജോയെയും പുറത്താക്കണമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെ ഇത്തരത്തിൽ പരദൂഷണ ചർച്ചകൾ നടത്തുമ്പോൾ അവിടെ നിഷ്കുക്കളായിരിക്കുന്ന രണ്ടുപേര്, അർജുനും മുടിയനും, സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിക്കടേ. ആ തലയ്ക്കകത്തിരിക്കുന്നതും തലച്ചോറ് തന്നെയാണ്. അത് അൻസിബയുടെ തലയിൽ മാത്രമല്ല, നിങ്ങളുടെ തലയിലും തലച്ചോറുണ്ട്. അതിനെ കൊണ്ടുവന്ന് അൻസിബയുടെ മുന്നിൽ അടിയറവ് വയ്ക്കാതെ അതിന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാനൊന്ന് അനുവദിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കല്ലും നെല്ലും പതിരും ഒക്കെ മനസ്സിലാവും. നോറ പറയുന്നതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും വിശ്വസിക്കുക. നിങ്ങളുടെ മുന്നിൽ നിന്നാണ് ഒരാളെ ഇടിച്ചിരിക്കുന്നത്. അയാളുടെ ഇടിയുടെ ആഘാതത്തിൽ അയാൾക്ക് പരിക്ക് പറ്റിയത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ്. ആരെങ്കിലും ഒരാളെ പ്രൊവോക്ക് ചെയ്ത് ഇടി വാങ്ങിച്ച് പുറത്താക്കി കളയാം ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ എന്ന് വിചാരിക്കുമോ? ഇത്രയും ബുദ്ധിയില്ലാത്തവരാവാതെ നിങ്ങൾ. അൻസിബ പറയുന്നതോ പോട്ടെ, അത് അവരുടെ ഗെയിം എന്നെങ്കിലും മനസ്സിലാക്കാം. നിങ്ങൾ അതിനിങ്ങനെ താളം തുള്ളി കൊടുക്കുന്ന മണ്ടന്മാരാകരുതേ. കുറച്ച് നിങ്ങളുടെ തലച്ചോറൊന്ന് ഉപയോഗിക്കുക. കുറച്ചെങ്കിലും അതിൻ്റെ ഒരു 2% പറ്റുമെങ്കിൽ ഒന്ന് ഉപയോഗിക്കുക.